ബാക്ക് ടു മൈ അനദർ എപ്പിസോഡ്. എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സീരിയലിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമയിലോട്ട് ഞാനൊന്ന് കയറിയിരിക്കുകയാണ്. സഹയാത്രിക്ക് സ്നേഹപൂർവ്വം എന്ന മൂവിയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു നായകൻ വില്ലൻ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പുതിയ സിനിമയിൽ വന്ന് എത്തി നിൽക്കുകയാണ്. വെറി എന്ന മൂവിയിൽ ശരൺ എന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ സ്വന്തം ജോ. വെൽക്കം ജോ. വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ വെറുതെ എന്റെ എപ്പിസോഡിന് വേണ്ടി ഭയങ്കര ഒഫീഷ്യലായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മള് വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായിട്ടുള്ള അതെ നമ്മള് കുറെ വർഷം, എത്ര വർഷം നമ്മളതുണ്ടായിരുന്നു? 2014 ഒരു വർഷം 15 വരെ. അതെ, ഒരു വർഷം നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഫുഡ് അടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗ്യാങ് ആയിരുന്നു. പിന്നെ അത് എങ്ങനെയൊക്കെയോ ഇടയ്ക്ക് വെച്ചത് അങ്ങ് ഒരു ഓക്കെ. അപ്പൊ പുതിയ ഒരു വിശേഷം എന്താണ്? പുതിയ സിനിമയുടെ പേര് വെറി എന്നാണ്. അതിപ്പോ സെക്കൻഡ് വീക്കിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ് ആണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ജേണറിൽ പെടുന്ന ഒരു പടമാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ തിയേറ്ററിലും റെസ്പോൺസ് വരുന്നത് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. എക്സ്പീരിയൻസ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൊരു അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾ, ബാക്കി എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരാണ്. പക്ഷേ ഫ്രെയിമിൽ അവരൊക്കെ നന്നായിട്ട് തന്നെയാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പുതിയ ഒരാളെന്നുള്ള നിലയ്ക്കല്ലാതെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെപ്പോലും ചില സമയത്തൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള. അതെ. ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഒരു ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ ഷൂട്ടിലോട്ട് കടന്നു. പക്ഷെ അവര് ഷൂട്ട് തുടങ്ങി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒരു ട്രെയിനിങ്, ജസ്റ്റ് ഒരു പെർഫോമിംഗ് ട്രെയിനിങ് പോലെ പറഞ്ഞു കൊടുക്കും. അതെ. പിന്നെ അതിന്റെ ക്യാമറയുടെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു 2 ദിവസത്തോളം അവർ ട്രെയിൻ ചെയ്തായിരുന്നു. അറിയില്ല പിന്നെ ചെയ്യാലോ, നീ കിടക്കല്ലേ സമയം. ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. അതെ, സിനിമയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയൽ കായംകുളം കൊച്ചുണ്ണിയാണ്. അതിന്റെ ക്യാരക്ടർ രാമൻകുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ മാറ്റി മണിക്കൂട്ടം വന്നതിന് ശേഷം. പിന്നെ അതിനുശേഷം ഞാൻ സീരിയൽ ചെയ്യുന്നത് നമ്മുടെ ഫോർ ദ പീപ്പിൾ ആണ്. സീരിയൽസ് അങ്ങനെ കുറവാണ് ചെയ്യല്, സിനിമകൾ തന്നെയാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ. നന്ദു എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. നമ്മുടെ അതെ, ചെറിയൊരു ട്രാക്കുള്ള ഒരു സാധനം. അതെ. ഡ്രംസ് അല്ല, ഞാൻ ഗായകനായിരുന്നു, സിംഗറായിരുന്നു. ബാക്കിയുള്ള ടീമാണ് ഇൻസ്ട്രുമെന്റ്സ്, ഞാൻ സിംഗറായിരുന്നു. ഹീര കോളേജ്. അതെ. ലൊക്കേഷൻ ഫുള്ള് ട്രിവാൻഡ്രം തന്നെയായിരുന്നു. എടുത്തു പറഞ്ഞു, ഞാൻ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരും ആരും എല്ലാം പുതിയ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ജാട കാണിച്ചോ ലൊക്കേഷൻ? ഇല്ല, ഞാൻ ഭയങ്കര ഇപ്പൊ ഞാൻ അവിടെ ലൊക്കേഷനിൽ വന്നപ്പോ ജാട കാണിച്ചോ? നമ്മളെല്ലാവരും ഒരു നമ്മൾ പഠിച്ച സ്കൂൾ പോലെ തന്നെയല്ലേ എല്ലാവരും. അത് ശരിയാണ് കേട്ടോ. നമ്മളിപ്പോ ഫോർ ദ പീപ്പിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇത്രയും ആർട്ടിസ്റ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ആരെയും അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നാൽ ഫോർ ദ പീപ്പിളിന്റെ മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അഭിനയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോയിൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ചെക്കൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇവൻ പണ്ട് മുമ്പ് എന്തോ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അവൻ അതിന്റെ ഒരു ജാടയും കാണിച്ചിട്ടില്ല. പിന്നെ നമ്മള് ശരിക്കും കോളേജ് സെറ്റപ്പിൽ വയസ്സും ഏജും കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഭയങ്കര എല്ലാവരും ഒരേ വൈബിലായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു എന്റെ ഡയറക്ടറൊക്കെ? ആരായിരുന്നു ഡയറക്ടർ? പുതിയ ആളാണ്, ഷാൻ എന്ന് പറഞ്ഞിട്ട്. ഷാൻ ഓൾറെഡി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. പ്രൊഡക്ഷൻ സൈഡ് നോക്കി കഴിഞ്ഞാൽ സുല്ലേട്ടൻ്റെയും ഫസ്റ്റ് പടമാണ്. പിന്നെ ക്യാമറമാൻ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമറമാനാണ്, പല രീതിയിലും കഴിവ് തെളിയിച്ചൊരു ക്യാമറമാനാണ്. സജീം പൂവച്ചൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 50ാമത്തെ പടമായി വെറി എന്ന് വെക്കാം. 50. സീരിയല് 4-5 സീരിയൽസ്. സീരിയലിലോട്ട് നമ്മള് ക്യാരക്ടർ നോക്കി അങ്ങനെ അങ്ങ് ചെയ്യുന്നു, അത്ര തന്നെ. ഫോർ ദ പീപ്പിൾ മൂവീസ് കുറെ ചെയ്തു. സീരിയൽസ് ഞാൻ ചെയ്തത് ഫോർ ദ പീപ്പിൾ കഴിഞ്ഞ് അമ്മ അറിയാതെ, പിന്നെ ഏതോ ജന്മകൽപ്പന.
അതിലൊരു അതിൽ ഹീറോ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ. ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീരിയലിൽ ആ ഒരു ക്യാരക്ടർ അല്ല, പിന്നെ അടുത്ത ക്യാരക്ടർ വന്നായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആ കണ്ടിന്യൂ ചെയ്ത് സീരിയലിൽ പോയി കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് നമുക്ക് വലിയ പ്രോപ്പർ പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് കാരണം കുറച്ച് ഗ്യാപ്പ് ഇടും. പിന്നെ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയൽ ചെയ്യുമ്പോൾ സിനിമാക്കാർക്ക് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അല്ല, അതെന്താന്ന് വെച്ചാല് ഡേറ്റും പ്രോബ്ലം. ഇപ്പൊ നമുക്കിപ്പോ അറിയാമല്ലോ, സുമിക്ക് അറിയാമല്ലോ, ഒരു ഷെഡ്യൂൾ ഒരു മാസം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 to 20 വരെ വർക്ക് ആയിരിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് സിനിമ ഷൂട്ടിന് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പലരും വിളിക്കാൻ പറയും, അത് അവൻ സീരിയൽ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുക, ഡേറ്റ് കിട്ടാൻ വേണ്ടി. ഈ സിനിമയിലെ അഭിനയവും നമ്മുടെ സീരിയലിലെ അഭിനയവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ സീരിയലില് ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറെ സമയം ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ലുക്ക് ഉണ്ട്. അതായത് ഒരു മീറ്ററിന്റെ റേഞ്ച് ആണ്. സിനിമയിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. സീരിയല് നമ്മൾ കുറച്ചും കൂടെ ഹൈയില് ചെയ്താലേ ഫാമിലി ഓഡിയൻസിലോട്ട് അങ്ങ് എത്തുള്ളൂ. ചേഞ്ച് ഓവർ നമുക്കിപ്പോ രണ്ടും വർക്ക് ചെയ്തോണ്ട് ഏകദേശം അതിന്റെ രണ്ടിന്റെ മീറ്റർ അറിയാം. ഡബിങ് ഞാൻ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം. ചെല്ലാം അങ്ങനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ വേറെ ആർക്കും ഡബ് ചെയ്യിക്കാറുള്ളൂ. ഫുള്ള് ട്രിവാൻഡ്രം തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം ടൗണും പിന്നെ കുറച്ച് ഉള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്തത്. കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലം. ഓഡിയൻസ് നമ്മൾ ഷൂട്ട് ഭയങ്കര എന്താ പറയുക, കുറച്ച് ചെറിയ ഒതുങ്ങിയ സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്യണത്. കാരണം ക്രൗഡ് കുറവായിരുന്നു. അതായത് പറഞ്ഞത് മെയിൻ വില്ലേജ് ഏരിയ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ടൗൺ ഏരിയ കുറവായിരുന്നു. എല്ലാവരും പുതിയ ആൾക്കാർ, മലയാളികളാണ് എല്ലാവരും. അവരൊക്കെ ജോയിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ജോയിനെ പറയാൻ എല്ലാവർക്കും ജോയിനെ അറിയാം. ജോയിനെ എല്ലാവർക്കും കുറെ കുഞ്ഞിലേ മുതൽ അഭിനയിച്ച് വന്നത് കൊണ്ട് എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്ക് വരെ ജോയിനെ അറിയാം. അപ്പൊ ഈ പുതിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അയ്യോ ഈ പയ്യനെ എനിക്കറിയാം. അല്ല, ആദ്യമൊക്കെ ഒന്ന് പേടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനെ ആ ഒരു ഓളത്തിനങ്ങ് ഒഴുകി പോകും. അല്ല, കാരണം നമുക്കൊരു നമ്മളങ്ങനെ വെയിറ്റ് കാണിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഡള്ളായി പോകും. ഇതിപ്പോ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്തൊക്കെ ലെജൻഡറി അമ്പിളിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, പപ്പു ചേട്ടൻ, അങ്ങനെ എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. അവര് നമ്മളോട് കാണിച്ചൊരു ഇന്നസെന്റ് ചേട്ടൻ, അവര് നമ്മളോട് കാണിച്ചൊരു ഇതുണ്ട്. കാരണം നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് അവര് വിളിച്ചിട്ട് മാറിക്കണം എന്താ, ആ ഒരു ഇത് തന്നെയാണ് അവര് പഠിപ്പിച്ചു തന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവരോടും. അമ്പിളിച്ചേട്ടൻ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീരയുടെ വെക്കുമ്പത്തിന് സ്വപ്നത്തിനും മാമ എന്റെ കാശ മാമ, അതൊരു ഭയങ്കര ഹിറ്റ് സീനായിരുന്നു. അതെ, പിന്നെ തീർച്ചയായിട്ടും അതാണ് പറയാം. എനിക്ക് എല്ലാ ലെജൻസിന്റെ ഓൾമോസ്റ്റ് ഞാൻ ഒരു 95% ലെജൻസിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അയ്യോ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടതാണ്. അങ്ങനെ നമ്മള് ആദ്യം അല്ല അങ്ങനെയല്ല, നമ്മള് ഷൂട്ട് കാണാൻ പോയതാണ്. നമ്മൾ ഷൂട്ട് കാണാൻ പോയി കഴിഞ്ഞപ്പോ ഫസ്റ്റ് അവിടെ എന്താ നോക്കി വെക്കണേന്ന് ചോദിച്ചിട്ട് എന്നെ ആദ്യം കൊണ്ട് ഫ്രെയിമില് ആദ്യത്തെ പടം വാഴുന്നവരാണ്. അതെ, അപ്പോൾ അവിടെ ഞാൻ ഷൂട്ട് കാണാൻ പോയതാണ് ആക്ച്വലി. അപ്പോൾ അവിടെ ഒരു പിള്ളേരുടെ സെക്ഷൻ്റെ ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവിടെ ഡയറക്ടർ വന്ന് ജോഷി സാർ വന്നിട്ട് അവിടെ എന്താ പയ്യൻ പെരുമാറിയിരിക്കുന്നത്, അപ്പോൾ ഇതിനെ പിടിച്ച് ഫ്രെയിമിൽ എടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൺട്രോൾ വിളിച്ചിട്ട് പുരസ്കാരം ചെയ്യുന്നത്. പുരസ്കാരം അതില് വിശാൽ ആയിരുന്നു. അന്ന് അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. മലയാളം വിശാൽ, മലയാളത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലൊക്കെ മറ്റേ ജയറാമേട്ടന്റെ ചെറുപ്രായം ചെയ്ത അപ്പൊ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ തമിഴ്നാടൻ അത്രയ്ക്ക് പോകണ്ട, കാരണം എന്റെ ഏജ് അല്ലല്ലോ പുള്ളിക്ക്. അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് ആണ് സഹയാത്രിക സേവർ. അങ്ങനെ ഓരോ കണക്ട് ചെയ്ത് വരെ എത്തി. ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ആസ്വദിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളിപ്പോ കൂടുതൽ കുറച്ചുകൂടെ, അന്നേരം നമുക്ക് അതറിയേണ്ട കാര്യമില്ല, അഭിനയിക്കുക, ക്ലാസ്സിൽ പോവാതിരിക്കുക, അതായിരുന്നു എൻ്റെ ആ സമയത്ത് മെയിൻ അറ്റംപ്റ്റ്. കാരണം ഷൂട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകണ്ടല്ലോ, അപ്പൊ ലീവാണല്ലോ. അപ്പൊ ഇത് കൊള്ളാം, ഡാഡി ഇന്ന് ഷൂട്ടൊന്നുമില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും. പക്ഷെ ഇപ്പോൾ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കാം. ക്ലാസ്സിൽ പോകണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്താണ് സ്റ്റഡി ഒക്കെ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു? സ്റ്റഡി ഞാൻ എറണാകുളം തന്നെയായിരുന്നു. ഞാൻ BA ജേർണലിസം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് BA ജേർണലിസം ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് LLB ചെയ്തു. അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അത് ചെറിയ ഇഷ്യൂസ് വർക്ക് ബേസിലും പിന്നെ ഇത് അറ്റൻഡൻസ് ഒക്കെ കിട്ടാണ്ട് വന്നു. പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് അതെ 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 അതെ.
ഓക്കെ. അപ്പൊ ഇപ്പം റീസെന്റ് ഈ അഭിനയം അല്ലാണ്ട് വേറെ എന്താ ചെയ്യുന്നത്? പിന്നെ ബിസിനസ്സുണ്ട്, ഫാമിലി ബിസിനസ്സുണ്ട്, അത് ചെറുതായിട്ട് നോക്കി നടത്തുന്നു. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഫാദർ മരിച്ചുപോയി. എല്ലാം അറിയാം കേട്ടോ, ഞാൻ ചുമ്മാ ചോദിക്കുന്നതാണ്. എന്റെ എപ്പിസോഡിന് വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് ഗൈസ്. ഓക്കെ. അപ്പൊ ഫാദർ ഇപ്പൊ 2 വർഷം മുമ്പ് മരിച്ചു. പിന്നെ ഇപ്പൊ അമ്മയുണ്ട്, അറിഞ്ഞില്ല. ഓക്കെ. കോണ്ടാക്ട് വിട്ടുപോയി ഗൈസ്, സത്യം. നമ്മുടെ ഫോർ ദ പീപ്പിൾ എല്ലാരും ഭയങ്കര ഗ്യാങ് ആയിരുന്നു. ആ സീരിയൽ കഴിഞ്ഞതോടെ ഓരോരുത്തർ ഓരോ വഴിക്കും പോയി. അരുൺ മാത്രം, അരുൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കോട്ടെ ഫോർ ദ പീപ്പിളിലെ ഒരാൾ, അവൻ മാത്രം എന്തെങ്കിലും ഓണം വന്നാലോ ക്രിസ്മസ് വന്നാലോ സ്പെഷ്യൽ ഡേയ്സിന് എനിക്കൊരു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഓണം. അതെന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും നമ്പർ മിസ്സായി പോയി. മാരേജ് ചെയ്തു ആരും? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ദുഃഖമൊന്നുമില്ല. ഇല്ല ദുഃഖമൊന്നുമില്ല. ഇല്ല ദുഃഖമൊന്നുമില്ല. സന്തോഷമായിട്ട് പോകുന്നിടത്തോളം പോട്ടെ. നമുക്ക് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കും. ഫാമിലി. ഓക്കെ. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ബ്രദർ വർക്ക് ചെയ്യുന്നു. റീസെന്റ് 2 വർഷമായി ഇപ്പോൾ. അതെ 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 അതെ. ചേട്ടനല്ല, അനിയനാ. കുഴപ്പമില്ല. അനിയൻ ഇപ്പോ പ്യൂരാമേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കേരള ഹെഡാണ്. ഫാമിലിയൊക്കെ ആവണം. സമയം എല്ലാത്തിനും അതിന്റെ സമയമില്ല. അതാണ് പറഞ്ഞത്. മനസ്സിലുള്ള ആളുടെ അതെ അതെ പറയാം. അത് നമുക്ക് സമയമാകുമ്പോ പറയാം. അതൊക്കെ ഉണ്ട്. അതൊക്കെ അല്ല അത് പറയാം. അത് നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ല നിന്റെ ചാനലിൽ തന്നെ നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഒരു അവസരത്തിൽ സ്ഥിരം ഒരു നമ്മുടെ സിനിമയിലെ നായകന്മാര് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്. എനിക്കൊരു ലൈനൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല എന്നുള്ളത് എന്നോട് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഞാനിത് നമുക്ക് നിന്റെ ചാനൽ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ആവാൻ അനൗൺസ് ചെയ്യാം. ജോബ് ബുക്ക്ഡ് ആണ് ഗൈസ്. ആരും വരണ്ട, ഈ എപ്പിസോഡ് കണ്ടിട്ട് ആരും വരണ്ട. ഓക്കെ. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി പുറത്താണ്. എന്റെ പുറത്താണ്. അയ്യോ അത് അതാ പറഞ്ഞ ഒഫീഷ്യലി നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാം. വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പറയാം. ഇല്ല ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീനാഥ് ബാസിയുടെ ടൈറ്റിൽ ആയിട്ടില്ല. പിന്നെ അവരുടെ റിലീസ് ചെയ്യാനുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി, ശ്രീനാഥ് ബാസിയുടെ. പിന്നെ 20-ആം തീയതി ഒരു ഷൂട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പോകും. താങ്ക് യു. അതിൽ നായകൻ ചാക്കോച്ചനാണ്. അത് ഞങ്ങൾ അത്രയും സഹയാത്രിക കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അസോസിയേഷൻ മീറ്റിങ്ങിന് കാണുന്നതല്ലാതെ ഇപ്പോഴാണ് മെയിൻ കൂടെ അഭിനയിക്കുന്നത്. ഗ്യാപ്പ് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റഡീസിന്റെ പരിപാടിയൊക്കെ ആയിട്ട്. അതെ അതെ അതെ. പിന്നെ സീരിയൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അത്രയും ഗ്യാപ്പ് അങ്ങ് പോകും. അതെ അതെ അതെ. പറ്റില്ല. അതെ അതെ അതെ. ഒരെണ്ണം റിലീസ് ചെയ്യാനുള്ളത് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയാണ്. സ്റ്റേ ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ട്രാവലിംഗ്. എപ്പോഴും നമുക്ക് ഷൂട്ട് ഉണ്ടാവില്ല. ഇല്ല, ട്രാവലിംഗ് ചെയ്യും. സിംഗിൾ ആയിട്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എങ്ങനെയാ ഈ ലവറൊക്കെ എങ്ങനെയാ കാണുന്നത്? അത് പുറത്തല്ലേ, ഇപ്പൊ നാട്ടിലില്ലല്ലോ. അങ്ങോട്ട് പോവാലോ, ഇനി സമയമുണ്ടല്ലോ. ഇതിപ്പോ ഇവിടെ മുഴുവൻ ചോദിച്ച എല്ലാം കംപ്ലീറ്റ് ചെരണ്ടി എടുക്കുക. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒഫീഷ്യലി നമുക്ക് അനൗൺസ് ചെയ്യുമ്പോ ഉണ്ടാവാന്ന് വിചാരിക്കാം. ഉണ്ടാവും വിചാരിക്കുന്നു. എത്താത്ത രീതിയിൽ ഇവൻ പറയാണ്. ഇവൻ മുമ്പേ ഇങ്ങനെയാണ്. എന്ത് ചോദിച്ചാലും അങ്ങ് പറയും. ഇനി എന്ത് ചോദിക്കും ഞാൻ? ചോദ്യമൊക്കെ പോയി. പഴയ കൂട്ടുകാരെ കണ്ടുപിടിയപ്പോഴേക്കാ. സത്യം പറഞ്ഞാൽ ഇവനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവൻ ഞാനാണെന്ന് അറിഞ്ഞു ഓൾറെഡി അറിഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിന് മുന്നെയാണ് ജോ ആണെന്ന് പറഞ്ഞു. സിനിമയിലുള്ള ഒരു പയ്യനാണ്, ഇങ്ങനെയാണ്, നായകനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ആ പടത്തിൽ നായകനല്ല. സിനിമയിൽ അഭിനയിച്ച ഒരു നായകനാണ്, അങ്ങനെയാണ് പറഞ്ഞത്. പേര് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് ഫോട്ടോ അയച്ചപ്പോ അയ്യോ ജോ ആണോ, ജോ എനിക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അറിയാവുന്ന ഒരാളെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നതും അല്ലേ, അല്ലാത്ത ഒരാൾ ഇന്റർവ്യൂ എടുക്കുന്നത് രണ്ടും രണ്ടാണ്. മറ്റേത് ഭയങ്കര ഫോർമൽ ആയി പോകും. ഇപ്പൊ ഇതിപ്പോ
ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുശലാന്വേഷണം നടത്തി, അത്രേ ഉള്ളൂ. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചോദിച്ചു. അതൊക്കെ ഒരു വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻസ് ആണ്, എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ സിനിമ തന്നെയാണ്. പിന്നെ എൻ്റെ സൈഡിൽ കൂടെ ബിസിനസ് കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഷോപ്പുകളുണ്ട്, പിന്നെ മെഷീനറിയുടെ എക്യുപ്മെന്റ്സ് ഒക്കെ. അതെ, ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഫാദർ പോയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് അവിടെ തന്നെ, നാട്ടിൽ തന്നെ, എറണാകുളം തന്നെ. കുഴപ്പമില്ല, അങ്ങനെ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം കൂടെ അഭിനയം വരുമ്പോൾ നമ്മൾ സൈഡിൽ നമ്മൾ അതാണല്ലോ മെയിൻ. എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ടോ? ഉണ്ട്, ക്യാരക്ടർ അതുണ്ട്, അത് ചെയ്യാറുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു മേക്ക് ഓവറിലാണ് ഇപ്പൊ കുറച്ച് തടി കുറച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങാൻ പോകുന്ന സിനിമ. അത് ക്യാരക്ടർ എനിക്ക് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അത് അങ്ങനെ ഒരു സസ്പെൻസ് ക്യാരക്ടറാണത്. ഗസ്റ്റ് റോൾ അല്ല, അത് ക്യാരക്ടറെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതെ അതെ, മസ്റ്റ് ആയിട്ട് കാണണം. അല്ല, ഏത് വെറിയുടെ കാര്യമാണോ അല്ലെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ്? ഇതോ റിലീസായ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരണ്ണാണ്. ആള് ഒരു എന്താ പറയുക, ഒരു കോളനി ഏരിയയിലുള്ള ജീവിക്കുന്ന ചെറിയ ചെറിയ തരികടയൊക്കെ ആയിട്ട് പോകുന്ന എൻ്റെ ഒറിജിനൽ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ. അതിലൊരു എന്താ പറയാ, ഒരു മർഡർ നടക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും പിന്നെ അതിലൊരു സൈക്കോ വരുന്നു. അപ്പോൾ ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ആണ് മെയിൻലി. ത്രില്ലർ മൂവിയാണ് ഫുള്ളി. ത്രൂ ഔട്ട് ത്രില്ലിംഗ്, എൻജോയ് ചെയ്തിട്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കാണാറുണ്ട്. പിന്നെ മിസ്സായി പോകുന്നത് OTT-യിലും കാണും. ഞാൻ അങ്ങനെ ഒരു പടവും മിസ്സാക്കാറില്ല. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വിക്രം എന്ന് പറയുന്നത് ഭയങ്കര ചേഞ്ച് ഓവറും മേക്ക് ഓവറൊക്കെ കൊണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിക്രമിന്. അതുപോലെ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് അങ്ങനെ മമ്മൂക്കയുടെ ഞാൻ 5 സൂപ്പർ ഹിറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്രോണിക് ബാച്ചിലർ, ഫാൻറ്റം, രാക്ഷസ രാജാവ്, പോക്കിരിരാജ, ഭാസ്കർ ദ ലാസ്റ്റ്. കണ്ടോ, എല്ലാ ഹിറ്റ് മൂവിയാണ്. അപ്പൊ എന്താ എക്സ്പീരിയൻസ് മമ്മൂക്കായിട്ടുള്ള? എന്താ എക്സ്പീരിയൻസ്? മമ്മൂക്ക എല്ലാരും ആദ്യമൊക്കെ എന്താ പറയാ, ആൾക്കാർ പറയുമല്ലോ ഭയങ്കര ജാട, ഒന്നുമില്ല. അതെ, അല്ല പുള്ളി എന്താ പറയാ, ആദ്യം ഒരു ഡിസ്റ്റൻസ് ഇടും എല്ലാവരുടെ അടുത്തും. അതായത് പുള്ളി അയാൾ അടുപ്പിക്കാൻ പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ അയാൾ പ്രശ്നക്കാരനാണോ എന്നുള്ളൊരു ഒരു ഗ്യാപ്പ് ഇടുന്നതാണ്. പക്ഷെ അത് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞ് ഇന്ന ആൾ ഓക്കെ ആണെങ്കിൽ ഭയങ്കര കമ്പനിയാണ് പുള്ളി. ഭയങ്കര നമ്മൾ കംഫർട്ട് സോണിൽ വരുത്തും പുള്ളി. പിന്നെ നമ്മള് മീറ്റിങ്ങിനൊക്കെ പോകുന്നല്ലേ. അപ്പൊ എന്തായിരുന്നു ആ ഒരു പുള്ളിക്കാരെ ഇങ്ങനെ തിരിച്ചറിയുമ്പോ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന മൂവിയിൽ എന്തായിരുന്നു? ഫസ്റ്റ് ചെയ്യുന്ന മൂവിയിൽ നമ്മള് മമ്മൂക്ക, അത്രേ ഉള്ളൂ. അതിപ്പോ ലാലേട്ടനോട് അഭിനയിച്ചാലും മമ്മൂക്കയുടെ കൂടെ സുരേഷ് ചേട്ടനോട് ഓക്കെ. ഞാൻ എന്റെ ക്ലാസ് കട്ട് ചെയ്യാനുള്ള ഇതല്ലേ മെയിൻ നോക്കുള്ളൂ. അല്ല, പിന്നെ വലുതായപ്പോഴാണ് നമുക്കതിൻ്റെ ഇവരുടെയൊക്കെ കൂടെ ആണല്ലോ വർക്ക്. ശരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവരുടെ കൂടെ ചെയ്തതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് നമുക്കത്. കാരണം ഇത്രയും ഇവരുടെ കൂടെ ഇപ്പോൾ പുതിയ പിള്ളേരും ചേട്ടനൊക്കെ എന്ത് പുതിയ അഭിനയിച്ചിട്ട് ഇപ്പോൾ സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാർ വരെ പറയും. കാരണം അത്രയും ലെജൻസിന്റെ കൂടെയാണല്ലോ ചേട്ടൻ വർക്ക് ചെയ്തത്. ജോയിനെ കണ്ടപ്പോഴേ നമ്മൾ ഇത്രയും പുതുമുകളുടെ കൂടെ ഈ ഒരു ചെക്കനോ ഭയങ്കര ജാടയായിരിക്കും എന്നൊക്കെയാണ് സീരിയസ്ലി നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ജോ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലേ, നമ്മളൊക്കെ എല്ലാം പുതിയ ആൾക്കാരായിരുന്നേ. അപ്പൊ ഇതിനെ കണ്ടപ്പോഴേ എന്നിട്ട് പിന്നെ അതിന് ശേഷം എന്ത് തോന്നി അതും കൂടെ പറയണം ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെയാണ്. അതെ, മമ്മൂക്കയാണ് റോൾ മോഡൽ. ലാലേട്ടനുമാണ്. ലാലേട്ടൻ രണ്ടുപേരും എന്താ പറയാ, ഇതൊരു കമ്പാരിസന്റെ ആവശ്യമില്ല. രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയുടെ പില്ലേഴ്സാണ്. അപ്പൊ എനിക്ക് കൂടുതൽ അഭിനയിച്ചോണ്ട് ലാലേട്ടൻ്റെ കൂടെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇച്ചിരി അറ്റാച്ച്മെന്റ് അങ്ങോട്ടുള്ളതുകൊണ്ട് ലാലേട്ടൻ്റെ കാണ്ടഹാർ ചെയ്തു. പിന്നെ ഉന്നതങ്ങളിൽ എന്ന് പറഞ്ഞ പടം ചെയ്തു. കാണ്ടഹാർ അങ്ങനെ അത്ര ഓടിയില്ല. അതെ അതെ തീർച്ചയായിട്ടും. അതെ തീർച്ചയായിട്ടും. അതെ
ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ആരുടെ കൂടെ ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹം ഉണ്ടാവുമോ? കമൽ സാർ, കമൽഹാസൻ. കമലഹാസൻ നോട്ട് പോയിന്റ്. അപ്പൊ ലാലേട്ടൻ കഴിഞ്ഞു, മമ്മൂക്ക കഴിഞ്ഞു, ഇനി കമലഹാസന്റെ കൂടെ ഇനിയിപ്പോ തമിഴിലും ആവാമല്ലോ കുറച്ച് പിടി. അപ്പൊ കമലഹാസന്റെ കൂടെ, കമലഹാസൻ സാറിന്റെ കൂടെ പെർഫോം ചെയ്യണമെന്നാണ് നമ്മുടെ ജോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തായാലും നടക്കട്ടെ. അപ്പൊ ഇപ്പോഴത്തെ മൂവി വളരെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ മൂവി കാണുക. വെറി എന്നാണ് മൂവിയുടെ പേര്. ഇപ്പൊ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ഉറപ്പായിട്ട് ഞാൻ ഈ മൂവി കാണുന്നതായിരിക്കും. കണ്ടിട്ട് അതിന്റെ അഭിപ്രായവും ഞാൻ നിന്നെ അറിയിക്കുന്നതായിരിക്കും. മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ജോയുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു, സിനിമയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ജോയിനെ കാണുന്നത്. യാതൊരു മാറ്റവും ജോയ്ക്ക് സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും ഇല്ല. സെയിം ലൈക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് സുമീർ റാഷി തോട്ട്സ് ഓഫ് ദി ഡേ എന്നാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും. അത് ഇടയ്ക്ക് ബിസിനസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റ് ആവശ്യമുണ്ട്. അതെ.